ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂര് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറയേണ്ടല്ല, അയാള് ഒരു നല്ലൊരു വ്യക്തിപരമായിട്ട് അയാള് നല്ല കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ടൈറ്റാണ് 3 കൊല്ലം, ആരും ഒരു നിർവചിക്കാൻ പറ്റാത്ത സമയം അതാ. പിന്നെ ഇവിടുത്തെ CPM-കാരോട് ഇത്തിരി എതിർപ്പുണ്ട്. മൊത്തത്തിൽ ജനങ്ങൾക്ക് CPI-കാരോട് നല്ല താല്പര്യമാണ്. പക്ഷെ സ്ഥാനാർത്ഥി നല്ലതാ. ആള് ചെയ്ത പ്രവൃത്തികൾ ഇപ്പം നല്ല ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ആള് ജയിക്കാൻ സാധ്യത. ആ വികസനത്തിന്റെ ഭാഗമായിട്ട് സുനിൽകുമാറിനോട് ജയിക്കാനാണ് ഞാൻ കാണുന്നത്, എനിക്ക് തോന്നല്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂര് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറയേണ്ടല്ല, അയാള് ഒരു നല്ലൊരു വ്യക്തിപരമായിട്ട് അയാള് നല്ല കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജയിക്കുന്ന താല്പര്യമുണ്ട്. കേന്ദ്രത്തിൽ ഇപ്പോൾ മോദി ഭരിക്കുന്ന നമ്മൾ പറയില്ല. തൃശ്ശൂർ ജില്ലയിൽ അയാൾ നല്ല കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ ആള് ജയിക്കുന്ന ഒരു താല്പര്യമുണ്ട്. രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തത് ഓർമ്മയില്ല? ഈ നാട്ടിൽ ചെയ്ത ഇത് ഓർമ്മയൊന്നുമില്ല. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ജില്ലയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും അങ്ങനെയൊന്നും എന്നോട് ബുദ്ധിമുട്ടി ചോദിക്കണ്ട. തീർച്ചയായിട്ടും ആള് ഇപ്പോൾ മറ്റേ ഇതിലെന്ന് കഴിഞ്ഞാലും ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ആര് ചെയ്യുന്ന സുനിൽകുമാർ ചെയ്യുന്നുണ്ട്, മുരളീധരൻ ചെയ്തിട്ടുണ്ട്, ഒരാളും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ലാന്ന്, വ്യക്തിപരമായിട്ട് നമുക്കൊരു താല്പര്യം. നമ്മുടെ പാർട്ടി ഞാൻ BJP-കാരനായിട്ട് അല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഇത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയണം. എൻ്റെ ആഗ്രഹമാണ് തൃശ്ശൂർ ജില്ലയിൽ ആരെ ജയിക്കുന്നത്. തൃശ്ശൂർ പ്രാവശ്യം ആര് ജയിക്കാൻ സാധ്യത? തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത തെരഞ്ഞെടുപ്പിൽ? പക്ഷെ ടൈറ്റാണ് 3 കൊല്ലം, ആരും ഒരു നിർവചിക്കാൻ പറ്റാത്ത സമയം അതാ. അപ്പോൾ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? അങ്ങനെയല്ല, നല്ലവർ ജയിച്ചാൽ മതി. നല്ലതെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി, സുനിൽകുമാർ, മുരളീധരൻ ഇതിലേതാ കൂടുതൽ നല്ലത്? ജനപ്രിയനായിട്ടുള്ള ആൾ സുനിൽകുമാറാണ്. സുനിൽകുമാർ ജയിച്ചാൽ കുഴപ്പമില്ല? സുനിൽകുമാർ ജയിച്ചാൽ കുഴപ്പമില്ല? ജയിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആര് ജയിച്ചാലും നമ്മുടെ MP അല്ലേ? കുഴപ്പമില്ല. ആര് ജയിച്ചാലും നമ്മുടെ MP ആണ്. ഇന്ത്യയിൽ തുടർ ഭരണം ഉണ്ടാവണമെന്നാണ് ആഗ്രഹം തന്നെ. മോഡി തന്നെ വീണ്ടും മോഡി കുഴപ്പമില്ല, ഇന്ത്യയിൽ വീണ്ടും വന്നാലും പ്രശ്നമില്ല. മോദി നല്ല പ്രധാനമന്ത്രിയാണ്. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂര് ചിലപ്പോൾ മുരളി ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേന്ദ്രത്തിലെ ഭരണം ഒരു സ്വല്പം മോശമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ CPM-കാരോട് ഇത്തിരി എതിർപ്പുണ്ട്. മൊത്തത്തിൽ ജനങ്ങൾക്ക് CPI-കാരോട് നല്ല താല്പര്യമാണ്. പക്ഷെ സ്ഥാനാർത്ഥി നല്ലതാ CPI ഈ തൃശ്ശൂരത്തെ സുനിൽകുമാറേ. പക്ഷെ അപ്പോൾ അതിൽ എന്തൊരു വലിയ നടക്കുന്നൊരു സംശയം പറയുന്നുണ്ട്. CPM-ൻ്റെ വോട്ട് മറയുമോയെന്ന് ഒരു സംശയം അങ്ങനെ ചില ആൾക്കാർ പറച്ചിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം ആ വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുരളിക്കാണ് സാധ്യത. മുരളി ഇവിടെ ജയിച്ച് കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹം. ഭരണമാറ്റം വേണമെന്ന് എല്ലാവർക്കും ഉദ്ദേശമുണ്ട്. അത് നേരത്തെ അയാൾ പറഞ്ഞ പോലെ മാറണം. അപ്പോൾ ആ വോട്ട് കുറച്ച് കൂടുതൽ പിടിക്കാൻ സാധ്യത സുരേഷ് ഗോപി. ജയിക്കാൻ സാധ്യതയില്ല? ജയിക്കാൻ ഇല്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയണോ. പൊതുവെ വോട്ട് കൂടുതൽ പിടിക്കും, അത് യാതൊരു സംശയമില്ല. കഴിഞ്ഞ തന്നെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നല്ലവനാ. പക്ഷെ അതിവിടെ വില പോകുന്നാണ് സംശയം. തൃശ്ശൂർ ആര് ജയിക്കും പ്രാവശ്യം? തൃശ്ശൂർ മുരളി. അതെന്തുകൊണ്ടത്? മുരളിയെ ജയിക്കുള്ളൂ. മുരളി അല്ല, ജയിക്കാൻ കാരണം ഉണ്ടാവല്ലോ. കാരണം പോലെന്നാണോ? അതന്നെ. അതാണോ? അപ്പൊ ഇതിന് മുന്നേ തോറ്റുണ്ടല്ലോ അവിടെ വന്നിട്ട്. കല്യാണം മോനല്ലായിരുന്നു വന്നു. തോറ്റോട്ടെ, ജയിക്കും. ജയിക്കും. മുരളീധരൻ പെങ്ങള് BJP-യിലേക്കൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ വോട്ടിനെ ബാധിക്കുമോ? ഒന്നും ബാധിക്കുന്നില്ല. ഇല്ല, എന്തായാലും മുരളീധരൻ ജയിക്കും. കേന്ദ്രത്തിൽ എന്താ അവിടെ മോഡിനെ വീണ്ടും വരുമോ അതോ മാറുമോ? അത് പറയാൻ പറ്റില്ല. മോഡിനെ വരാനാണ് സാധ്യത തന്നെയാ. പിന്നെ ഒഴുക്ക് കഴിഞ്ഞ പ്രാവശ്യമാതിരി ലോകസഭയാണ്. അത് ഈ BJP വിരുദ്ധ വോട്ട് കൂടുതൽ കോൺഗ്രസിന് കിട്ടാൻ സാധ്യത. പക്ഷേ തൃശ്ശൂർ ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകൾ
മറ്റാൻ പിടിച്ചൊന്ന് വരും. ആര് ഈ മറ്റേ മുരളിക്ക് കിട്ടുന്ന വോട്ട് സുരേഷ് ഗോപി പിടിച്ച പണിയാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നിട്ട് പോലും അത് BJPക്ക് കേരളത്തിൽ അങ്ങനെ വേരോട്ടമൊന്നുമില്ല. ഏറ്റവും ഒരു വേരോട്ടം ഇപ്പോൾ എവിടെയും തിരുവനന്തപുരമൊക്കെയല്ലേ പറയണത്. തിരുവനന്തപുരത്ത് പിന്നെയും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ ഈ വന്നു പോയി ആൾക്കാരില്ല. തൃശ്ശൂർ സാധ്യത കുറവാണ്. തൃശ്ശൂർ ഈ മുരളി ആയ കാരണം കൊണ്ടാണ് ഞാൻ സാധ്യത കുറവാണ്. മുരളിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങടെ പടിഞ്ഞാറ് ഭാഗത്തൊന്നും കോൺഗ്രസിന് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കിയിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിരലിലാണ് നോട്ടം ഉണ്ടാവുക. സുനിൽകുമാർ ജയിക്കും. എന്തുകൊണ്ടാ? ആള് നല്ല പ്രവർത്തനമാണ്. ഇവിടെ എന്ത് കാര്യത്തിനും ആള് വന്ന് സഹായിക്കാൻ എന്ത് കാര്യത്തിനും വരും. ആൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആളെത്തും. അത് ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടം കൊണ്ടാണ് സുനിൽകുമാർ ജയിക്കുന്നത് പറയണത്. നേട്ടമുണ്ട്, കോട്ടമുണ്ട്. ഇവിടെ സാധ്യത സുനിൽകുമാറിന്. ഇവിടുത്തെ ഇത് വെച്ചിട്ട് സുരേഷ് ഗോപിയെ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചെയ്ത പ്രവൃത്തികൾ ഇപ്പം നല്ല ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ആൾ ജയിക്കാനാണ് സാധ്യത. അതൊന്നും ദോഷം ചെയ്യില്ല. അത് വെറുതെ ആൾക്കാർ ആളെ ഇതിന് താഴ്ത്തി കെട്ടാൻ വേണ്ടി ചെയ്ത പരിപാടികളാണ്. ആള് വന്നോണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ലേ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിനെ കിട്ടും, കേന്ദ്രമന്ത്രിനെ. അതുകൊണ്ട് ഇവിടെ പുരോഗമനം ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ മറ്റേ ഇന്ത്യ സഖ്യം ഈ പ്രാവശ്യം ഭരണം വരും. ഇവിടെ മുരളീധരൻ ജയിക്കാനാണ് സാധ്യത. പിന്നെ എല്ലാം ജനങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യുന്നവർ അവർ ജയിക്കും. നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ പ്രവചിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. മുരളീധരൻ ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണത്തിന് എതിരായിട്ടുള്ള ഒരു ജനവിധി കേന്ദ്രത്തിനും വരും. അത് കേരളത്തിലും ബാധിക്കുമല്ലോ. പിന്നെ എന്ത് അതൊന്നും വലിയ ദോഷം ചെയ്യാൻ സാധ്യത കാണുന്നില്ല. പറയുള്ളൂ അല്ലേ. പിന്നെ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇലക്ഷൻ്റെ സമയത്ത് കണ്ടില്ലേ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 2500 ആക്കുമെന്നാണ് പറഞ്ഞത്. ഇറങ്ങി വരുമ്പോൾ 1600 ആക്കി. അതിൻ്റെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കടം കിട്ടണില്ല, കടം ചോദിച്ചിട്ട് കിട്ടണില്ല എന്നും പറഞ്ഞ് നടക്കുകയല്ലേ. അതിലൊക്കെ എന്താ അർത്ഥമായിരിക്കുന്നത്? അപ്പം മുരളീധരൻ ജയിച്ച് മറ്റേ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ബേസിൽ എന്തെങ്കിലും ഒരു ഭരണമാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക്, ഇപ്പം മോദിയുടെ സർക്കാർ ഇതൊന്നുമല്ല, പക്ഷേ അതൊക്കെ വലിയ ആൾക്കാർക്കാണ് കൂടുതലും ഗുണം ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ദരിദ്രവാസികളാണല്ലോ ജീവിക്കുന്ന ഒരു രാജ്യമല്ലേ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാലോ. ഇവിടെ ആര് ജയിക്കാന്ന് കൂടുതലോട്ട് കിട്ടുന്ന ആൾ ജയിക്കും സ്വാഭാവികമായിട്ട്. ആര് ജയിച്ചാലും നമുക്കൊരു ഗുണമില്ല. നമ്മൾ പണിയെടുക്കണം, നമ്മൾ ജീവിക്കണേ. അത് പാർട്ടി ഇപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആഗ്രഹമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ജയിക്കുകയോ ഇല്ല എന്നുള്ളത് തമ്പുരാനെ അറിയുള്ളൂ. നാടിന് ഗുണം ചെയ്യുന്നവർ വരണം. നമ്മുടെ ഷാഫി പറമ്പിലെ പോലുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ നല്ലതാണ്. അതൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. നല്ല വ്യക്തി ജയിക്കണം, ഇത്രയുള്ള പറയാനുള്ളത്. അതിപ്പോൾ ഓൺലൈനിൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയാണെന്നാണ്. അല്ല, അത് എനിക്ക് വ്യക്തിപരമായ ഗുണമൊന്നും വേണ്ട, ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ, നാടിൻ്റെ വികസനം ഉണ്ടാവട്ടെ. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ LDP വിജയിക്കാനാണ് വിജയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് വികസനം ഇടതുപക്ഷ ചെയ്തിട്ടുണ്ട്. പാലങ്ങളായിട്ടും സ്കൂളുകളായിട്ടും മറ്റുള്ള ഇതുകളായിട്ടും മരുന്നുകളായാലും മറ്റേ ആശുപത്രികളായാലും അങ്ങനെ വികസനം ഒരുപാട് വന്നിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സുനിൽകുമാറോട് ജയിക്കാനാണ് ഞാൻ കാണുന്നത്, എനിക്ക് തോന്നൽ.
അതിന് വല്ലതും ധൈര്യമായിട്ടും പറഞ്ഞത് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത കൂടുതലാണെന്ന്. പിന്നെ ബാക്കി മറ്റത്തെ ആൾക്ക് എത്ര കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഇടതുപക്ഷത്ത് വിജയിക്കുന്നു ഞാൻ കണക്കൂട്ടുന്നത്. സുരേഷ് ഗോപി എന്തൊരു സാധ്യതയുണ്ട്? സുരേഷ് ഗോപിക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആൾ വളരെ നിരാശരായി മടങ്ങി. ഈ പ്രാവശ്യം ഇപ്പോൾ ഈ കിട്ടില്ലെന്ന് മുഴുവൻ പറയാൻ കഴിയില്ല. രണ്ടവസ്ഥയിൽ കാണുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ഓരോ നയങ്ങൾ എന്തെങ്കിലും ഗുണം ചെയ്യുമോ സുരേഷ് ഗോപിക്കൂടെ? സുരേഷ് ഗോപി അങ്ങനെ ചോദിച്ചാൽ മുഴുവൻ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല എനിക്ക്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.